ഹായ് ഓളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഡിഗ്രി പ്രിലിംസിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ബുക്കുകളാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള ബുക്സൊക്കെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാല്യുബിൾ കമൻറ്റ്സിനൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാം. നമുക്ക് ലക്ഷ്യയുടെ ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇതൊരു പഴയൊരു ടെക്സ്റ്റാണ് കേട്ടോ. പഴയൊരു ഡിഗ്രി പ്രിലിംസിൻ്റെ തന്നെ എൻ്റെ കയ്യിലുള്ള പ്രിലിംസ് മാത്രമുള്ള ഒരു ടെക്സ്റ്റായിരുന്നു ലക്ഷ്യയുടെ. മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ നിങ്ങൾ മാക്സിമം ഒരു ടെക്സ്റ്റ് മേടിച്ചിട്ട് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ഒരു പുതിയ വേർഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ഒരു കണ്ടൻറ്റ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. ചെറിയ കറണ്ട് അഫേഴ്സ് മാത്രമേ ആഡ് ഓൺ ചെയ്ത് കാണത്തുള്ളൂ. ഈ ഒരു കവർ പേജ് മാത്രം മാറ്റം എന്നുള്ളതേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പഴയ ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു പോവുക കേട്ടോ. ലക്ഷ്യയുടെ ആണ് എൻ്റെ കയ്യിലുള്ളത് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ലക്ഷ്യയുടേതും ടാലൻറ്റിൻ്റെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം രണ്ടും എങ്ങനെയുള്ള കണ്ടൻറ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി മേടിച്ചതാണ്. കണ്ടൻറ്റ് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇൻക്ലൂഡ് ആണ്. പിന്നെ എൻ്റെ ഫോൺ സൈസ് ചെറുതാണ്, അതാണ് ഞാൻ കാണിച്ചത്. അപ്പം ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെയും ടെക്സ്റ്റിൻ്റെയും. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പം ടാലൻറ്റിൻ്റെ ആണെങ്കിൽ ഫോൺ സൈസ് നല്ലതാണ്. നമ്മുടെ വിഷൻ ആപ്റ്റ് ആയിട്ടുള്ളത് ടാലൻറ്റിൻ്റെ ടെക്സ്റ്റ് തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ രണ്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടാലൻറ്റിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം മിസ്റ്റേക്സ് കുറവാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏതാണോ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബുക്ക് തന്നെ മേടിക്കുക. അപ്പം ബുക്ക് സ്റ്റോളിൽ പോയി മേടിക്കുകയാണെങ്കിൽ നമ്മൾ വായിച്ച് നോക്കുക, ടെക്സ്റ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. മറ്റേ ആമസോണൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ, വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം വായിക്കാൻ പറ്റുന്ന നമ്മുടെ കണ്ണിന് ഇതായിട്ടുള്ളത് ശരിയായിട്ടുള്ള രീതിയിലുള്ളത് വായിക്കാൻ പറ്റുക. ഫോൺ സൈസ് വലുതായിട്ടുള്ളത് നമ്മുടെ ടാലൻറ്റിൻ്റെ തന്നെയാണ്. അപ്പം ഞാൻ ഇതിൽ രണ്ടിൽ കാണിച്ചിരുന്നുണ്ട്. യൂറോപ്യന്മാരുടെ വരിവണ്ടൻ്റെ ഒരു പോർഷനാണ് ഞാൻ എടുത്തത്. അപ്പം അതിൽ ചെറുതായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കണ്ടൻറ്റ് ചെറിയ 2-3 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതേ ഉള്ളൂ. നമ്മൾ NCERT ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അത് മാനേജ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ ശ്രീധർ മേനോൻ സാറിൻ്റെ കേരള ചരിത്രമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാനേജ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസത്തിൽ നിങ്ങൾ കൺഫ്യൂഷനൊന്നും നമ്മൾ പാനിക് ആകണ്ട. മാക്സിമം ഒരു ടെക്സ്റ്റ് മേടിച്ചിട്ട് മാക്സിമം കണ്ടൻറ്റ് കവർ ചെയ്ത് പോവുക. ഒരു 3-4 റിവിഷനൊക്കെ കൊടുക്കുന്ന രീതിയിൽ തന്നെ കണ്ടൻറ്റ് മാക്സിമം പഠിച്ചു പോവുക എന്നുള്ളതാണ്. ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചു പോവുക കേട്ടോ. വ്യത്യാസം വളരെ കുറവാണ്. പിന്നെയുള്ള അതിൻ്റെ ഒരു സ്കൂൾ ടൈമാണ്, SCERTയുടെ സ്കൂൾ ടൈമാണ് ഉള്ളത്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ റീഫോക്കസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റീഫോക്കസ് ആകുമ്പോൾ +1 +2ൻ്റെ ആണ്, നമ്മുടെ ലക്ഷ്യയുടെ ആണ്. നല്ലൊരു പബ്ലിക്കേഷനാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ +1 +2ൻ്റെ ഒക്കെ മാക്സിമം ഏരിയാസ് എല്ലാം കവർ ചെയ്ത് പോകുന്ന ഒരു ബുക്കാണ്. അപ്പം ഇത് നിങ്ങൾ മാക്സിമം മേടിക്കാം. മെയിൻസിന് ഇത് യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പം പ്രിലിംസിന് നമുക്ക് അത് തന്നെ എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ റാങ്ക് ഫയലിൽ. അപ്പം അത് തന്നെ മതിയാവും. പിന്നെ ഇതുള്ളത് എൻ്റെ കരിയർ ഗൈഡൻസിൻ്റെ ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും നമ്മുടെ PVQ ബുക്കാണ്. അതിപ്പോൾ വേണ്ട, 2022 ആണ്. ഇനിയിപ്പോൾ പുതിയ പബ്ലിക്കേഷനൊക്കെ ടാലൻറ്റിൻ്റെയൊക്കെ പുതിയ പബ്ലിഷൊക്കെ ചെയ്ത് കാണും. 2024 വരെയുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെയൊക്കെ എക്സാമിൻ്റെ പ്രിലിംസും മെയിൻസും കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള PVQ മാത്രം നിങ്ങൾ വേങ്ങിച്ച് ഉപയോഗിക്കുക. പിന്നെ എന്തെങ്കിലും പഴയൊരു കറണ്ട് അഫേഴ്സ് ബുക്കുണ്ട്. പുതിയ കറണ്ട് അഫേഴ്സ് നിങ്ങൾ ടാലൻറ്റിൻ്റെ ലക്ഷ്യയുടെ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ മേടിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇന്ന് അപ് ടു ഡേറ്റ് ആവുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പേപ്പർ സെക്കൻഡിൻ്റെ ബുക്സുമായിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. ബൈ.